പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉയർന്ന തിരമാലയും കടലാക്രമണവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. അവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുന്നുമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക്. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചിലിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. സനിസ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനിസ, എപ്പോഴും മുതലപ്പുഴി ഒരു അപകട മേഖലയാണ്. എപ്പോഴും ഈ തിരയിൽപ്പെട്ടുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം വരുന്ന സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ മഴ മുന്നറിയിപ്പൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പം നിലവിലെ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രദേശത്തെ ഒരു സാഹചര്യം എന്താണ്? രക്ഷാദൗത്യം അതീവ ദുഷ്കരമായി തുടരുകയാണ്. ഇന്നലെ 3 മണിയോടെയാണ് ഉയർന്ന തിരമാലയും കടലാക്രമണത്തെയും തുടർന്ന് കല്ലിൽ തട്ടി 6 പേരടങ്ങുന്ന സംഘം പോയ വള്ളം മറിയുന്നത്. അതിൽ 2 പേരാണ് അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള ഫ്രീമോൻ, ഷിജിൻ എന്നിവരെയാണ് കാണാതായത്. ഇവരെ കാണാതായതിനെ തുടർന്ന് തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് വള്ളത്തിൽ ഉണ്ടായിരുന്നവരും പെട്ടെന്ന് തന്നെ കോസ്റ്റൽ പോലീസിലും വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ഒരു വള്ളം ഇറക്കിയാണ് വീണ്ടും രക്ഷാ ദൗത്യം തുടങ്ങിയത്. ഒരു ബോട്ട് ഇറക്കി അവർ കല്ലിൽ തട്ടിയാണ് വീണത്. കുടുംബം വ്യക്തമാക്കുന്നുണ്ട്, കല്ലിൽ തട്ടിയാണ് അവർ വീണത്. അവർ കല്ലിൽ കയറി നിന്നിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഒരു ബോട്ട് ഇറക്കി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നതാണ് നാട്ടുകാരും കുടുംബവും ആരോപിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് കടലാക്രമണം രൂക്ഷമാണ്, ഉയർന്ന തിരമാലയും ഉണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണെന്നാണ് കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. ഇപ്പോഴും ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് നാട്ടുകാർ ഇത്തരം പ്രശ്നങ്ങൾ, മുതലപ്പുഴയിൽ എന്നും ഇത്തരം അപകടങ്ങൾ ഒരു തുടർക്കഥയായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. കാലവർഷമായാൽ ഇത്തരം അപകടങ്ങളും മരണങ്ങളും അവിടെ സ്വാഭാവികമായി നടക്കുന്നത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ കാണാതായവരുടെ ബന്ധുക്കളും. എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തി നൽകണം. എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടം സ്ഥിരമായി നടക്കുന്നിടത്ത് ഒരു കോസ്റ്റൽ പോലീസിനെ നിയമിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യമാണ്. ഓക്കെ സനിസ, പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിലാണ് അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താൻ കഴിയാത്തത്. മാത്രമല്ല രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് അവിടെ. അതിനൊപ്പം തന്നെ മഴ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടിയൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ ഉറുമി ഡാമിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ അടിമാലി കുമളി ദേശീയപാതയിൽ കീരിത്തോട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു. താമരശ്ശേരി ഈങ്ങാപ്പുഴ പയോണ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം സ്ക്രീനിൽ കാണുമ്പോഴത്തേനും ഈ അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും ഇപ്പം മണ്ണിടിച്ചിലാവട്ടെ, ഉരുൾപൊട്ടൽ ആവട്ടെ, ഈ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെയൊക്കെ ഈ വനപ്രദേശങ്ങളിലൊക്കെ പലയിടത്തും മലയോര മേഖലകളിലും ഒക്കെ മഴ തുടരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ട് കൂടിയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളമൊക്കെ വീണ്ടും ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ട്. ജലസ്രോതസ്സുകളിലൊക്കെ വെള്ളം ക്രമാതീതമായി ഉയരുന്നുണ്ട്. അണക്കെട്ടുകളിലേക്കൊക്കെ KSEB റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ പോലും അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. ഇപ്പം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം അവിടെയും ഈ കരകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ കൊല്ലത്ത് കിഴക്കൻ മേഖലകളിൽ മഴ നിൽക്കുന്നു. അവിടെയും ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗതാഗത തടസ്സം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ മഴ കെടുതികളുണ്ട്. അതും കുറച്ച് വേദനാജനകമായ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 2 മരണങ്ങൾ ഔദ്യോഗികമായിട്ടും 1 ഔദ്യോഗികമല്ലാതെയും വരുന്നുണ്ട്. 3 മരണ വാർത്തകളാണ് വരുന്നത്. പലരെയും കാണാനില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുണ്ട്.